ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ്തുലാമേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ദേശങ്ങളിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മാന്യ സ്നേഹിതർക്ക് പ്രത്യേകം എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്ന അല്ലെങ്കിൽ സന്ദേശം അറിയിക്കുന്ന ഒരു ദൂത് എന്ന് പറയുന്നത് സീനിയായിൽ നിന്ന് ഉൾപ്പടവ് കത്തുന്ന ഒരു സംഭവം മോശ തൻ്റെ ആട്ടിനെ മേയിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കണ്ടു. അതിൽ നിന്ന് ഒരു ശബ്ദമാണ് മുഴങ്ങുന്നത്: ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നാണ്. ആദ്യം വിളിക്കുന്നത് മോശേ മോശേ എന്നുള്ള ശബ്ദമാണ്. ദൈവമാണ് അത് സംസാരിക്കുന്നത് എന്നുള്ളത് മോശയ്ക്ക് മനസ്സിലായി. മോശ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ള വിക്കൻ, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ദൈവം വീണ്ടും ഓൾറെഡി മറുപടി പറഞ്ഞിങ്ങനെയാണ്: ഞാൻ വിക്കനെയും തടിച്ച് നാവുള്ളവരെയൊക്കെ ഞാനാ സൃഷ്ടിച്ചത് എന്ന് ദൈവം മറുപടി പറയാനിടയായി. അവസാനം മോശയ്ക്ക് ഒഴിവ് പറയാൻ കഴിഞ്ഞില്ല. മോശ, നീ അഹരോനെ കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചനയാണ് അഹരോനെയും മോശേനെയും ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം സംസാരിച്ചിട്ടാണ്. മോശയുടെ അനുഭവം എന്ന് പറയുന്നത്, മോശ ജനിക്കുമ്പോൾ തന്നെ മോശയ്ക്ക് എതിരായി പിശാചിൻ്റെ പദ്ധതികളായിരുന്നു തകർക്കുവാൻ. നൈൽ നദിയിൽ കൂടി ഒഴുക്കുമ്പോഴും കൊട്ടയ്ക്കകത്ത് വെച്ച് രാജകൊട്ടാരത്തിൽ വളരുന്നതും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യക്തിയെ മണൽ ഒറ്റയടി താഴ്ത്തിയതും അവിടെ നിന്ന് ഓടിപ്പോയതും പിന്നെ ആട്ടിനെ മേയിച്ചത്, മൊത്തത്തിൽ ഒരു 40 വർഷം മോശ അനുഭവിച്ചതായ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. മോശ ജനിക്കുന്നതിന് മുമ്പേ സ്തോത്രം ദൈവം കണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം. മാത്രമല്ല, മോശയ്ക്ക് പറയാനുള്ള അനുഭവം, തനിക്ക് മരുഭൂമിയിൽ മന്ന നൽകിയതും കാടയിറച്ചി നൽകിയതും കടലിനെ രണ്ടായി വിഭജിച്ചതും വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി മാറിയതും ഫറവോ സൈന്യത്തെ ചെങ്കടലിൽ തോൽപ്പിച്ചതും ന്യായപ്രമാണം എഴുതിയതും കാളവമ്പത്തെ മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കി ആരാധിച്ചതും ഒക്കെ മോശയ്ക്ക് പറയുവാനുള്ള അനുഭവമാണ്. വളരെ ആധികാരികമായി ദൈവത്തിൻ്റെ ആത്മാവ് മോശയിൽ ഇടപെട്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മോശയുടെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. ന്യായപ്രമാണം എഴുതിപ്പിച്ചതും ദൈവമാണ്. സ്തോത്രം. അങ്ങനെ ദൈവമായുള്ള ഒരു ബന്ധത്തിൽ മോശയുടെ ത്വക്ക് പ്രകാശിച്ചതും ഒക്കെ മോശയ്ക്ക് പറയാൻ കഴിയും. എങ്കിലും മോശയുടെ കൂടെ ദൈവം ഇരുന്നു. അനേക ദൈവീക പദ്ധതികൾ ദൈവം ചെയ്തു. സ്തോത്രം. ഫറവോന്റെ അടിമയിൽ കിടന്ന ജനത്തെ വിടുവിച്ചതും ദൈവത്തെ ആരാധിക്കാൻ വേണമെന്ന് പറഞ്ഞതും അത്ഭുതങ്ങൾ ചെയ്തതും പാമ്പ് ഇറങ്ങി ഫറവോന്റെ പാമ്പിനെ വിഴുങ്ങിയതും വടി പാമ്പായതും പാമ്പ് പിടിച്ചു വടിയായതും കുഷ്ഠരോഗിയായതും കുഷ്ഠം പോലായതും ഒക്കെ ഒരു വലിയ
സംഭവമാണ് മോശയ്ക്കുള്ള അനുഭവ സമ്പത്തെന്ന് പറയുന്നത്. എങ്കിലും വാഗ്ദത്ത ദേശത്ത് മോശയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദൈവത്തിൻ്റെ വലിയ ശക്തമായ വിടുതൽ മോശയുടെ കൂടരുത്. മോശ ഒരു ധൈര്യശാലിയാണ്. മോശ ഒരു പെട്ടെന്ന് ഗോപിക്കുന്ന ഒരാളും കൂടെയാണ്. പക്ഷേ ആ വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ച് മോശ പഴയ നിയമത്തിലെ ഒരു വലിയ അഭിഷക്തനാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ നേരിട്ടുള്ള വിളിയും ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങളും അതിശക്തമായ രീതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു മോശയുടെ കൂടെ ഇരുന്നത്. ഇന്നും ആ ദൈവം തന്നെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നീ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. മന്ന വേണമെന്ന് പ്രാർത്ഥിക്കേണ്ട, ദൈവം മന്ന തരും. പ്രവേശമുള്ള ഇറച്ചി വേണമെന്ന് പ്രാർത്ഥിക്കേണ്ട, നിനക്ക് ദൈവം ഇറച്ചി തരും. ദാഹിക്കാൻ വെള്ളം വേണമെന്ന് പ്രാർത്ഥിക്കേണ്ട, ദൈവം നിനക്ക് വെള്ളം തരും. പക്ഷെ പുതിയ നിയമത്തിൽ ഇതൊക്കെ ഓരോന്നോരോന്നായി നാം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം ഇതൊക്കെ ലഭിക്കൂ. ഞാൻ പറഞ്ഞത് മോശയുടെ കാലഘട്ടത്തിൽ അതൊന്നും പ്രാർത്ഥിച്ചതൊന്നുമില്ല, പക്ഷെ അത് ഓൾറെഡി ദൈവം കൊടുക്കുകയായിരുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവം വിടുവിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് ആലോചന ദൃഷ്ടിവെച്ച് നടത്തുന്ന ദൈവമാണ്. ദൈവം വിളിച്ചു വേർതിരിച്ചവരെ ഒരു നാളും ദൈവം തള്ളിക്കളയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന നടുന്നവനും നനയ്ക്കുന്നവനും ഇവനുമില്ല, വളർത്തുമാറാകുന്ന യഹോവ. നിന്നെ ആരും വളർത്താൻ നിൽക്കണ്ട. ദൈവം വളർത്തിയാൽ വളർത്തി തന്നെയാണ്. ദൈവം വളർത്തിയില്ലെങ്കിൽ വളർത്തത്തുമില്ല. ദൈവം രണ്ട് രീതിയിൽ ദൈവത്തിന് കഴിയും. ഒരുവന് വളർത്താൻ കഴിയണമെന്ന് വെച്ചാൽ ദൈവം വളർത്തും. അതല്ല ദൈവം വളർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. ദൈവത്തിന് എല്ലാം കഴിയും. സ്തോത്രം. അതുകൊണ്ട് ദൈവസ്വർണ്ണിൽ നന്നായി കൈയടിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ ആരാധിച്ചിട്ട് നന്മ ഉണ്ടാകാത്ത ഇരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച നന്മ ഉണ്ടാകും. ഇന്നു മുതൽ എനിക്കും നിനക്കും സമ്പത്തുണ്ടാകും. കാരണം ദൈവത്തിന് വചനം പറയുന്നത് ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ദൈവത്തിലുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് തരാൻ വെച്ചിരിക്കുന്നതാ. ദൈവം വിളിച്ചു വേർതിരിച്ച തൻ്റെ ജനത്തിന് തരാൻ ദൈവം ശക്തനാണ്. പെട്ടകം ഇരുന്നിടത്ത് അനുഗ്രഹം ഉണ്ടായി. പെട്ടകത്തെ ഇരുന്ന സ്ഥലത്ത് അവർ കൈയടിച്ച് ആരാധിച്ചപ്പോൾ അവിടെ നന്മയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ പെട്ടകത്തെ, ക്രിസ്തുവായ പെട്ടകം നിന്റെ ജീവിതത്തിലിരുന്നാൽ നീ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് മൊത്തപ്പെടുത്തി അവിടെ നന്മയുണ്ടാകും. ആരെങ്കിലും സാമ്പത്തികമായി ഞെരുക്കങ്ങളിൽ വളരാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ഒരു മാർഗമേ ഉള്ളൂ. നസറേയനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് നീ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുക. നിന്റെ ഭവനത്തിൽ നന്മയുണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളിലൂടെ നന്മ അവിടെ ഉണ്ടാകും. കാരണം നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. അവനിൽ കഴിയാത്ത ഒന്നുമില്ല. പ്രവേശനം അവൻ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം ഇടപെടും. ദൈവം സഹായിക്കും. നമ്മുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. ചിലർ വിചാരിക്കുന്ന ബന്ധുക്കോസുകാർ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയിരിക്കുന്ന പട്ടിണി കിടക്കുകയാണെന്ന്. അല്ല, അവർ പട്ടിണികൾ മാറ്റി സ്തോത്രം അവർ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജീയമായ രീതിയിലാണ് ദൈവമക്കൾ ദൈവത്തെ സ്തുതി ചെയ്യുന്നത്. അതുകൊണ്ട് സഭയിൽ വരുന്ന വ്യക്തികൾ അവിശ്വാസികളല്ല, വിശ്വാസികളാണ് പെന്തിക്കോസിലോട്ട് വരുന്നത്. വിശ്വാസമില്ലാത്തവർ വരില്ല. പിന്നെ ചിലർ വരും ഇത് പ്രാർത്ഥന കാണാനും എങ്ങനെ ഉണ്ടെന്നും അറിയാനും, പിന്നെ അവർ കാണത്തില്ല. പക്ഷെ വിശ്വാസത്തിൽ വരുന്നവർ
അന്ത്യം വരെയും ക്രിസ്തുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. എനിക്കും നിനക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവം വിളിച്ചു വേർതിരിക്കുന്നതുകൊണ്ട് ദൈവം ശക്തമായി അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. ശക്തമായി അനുഗ്രഹിക്കും. ശക്തമായി സാമ്പത്തിക നിലവാരം ഉണ്ടാകും. എല്ലാത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകും. പക്ഷേ നീ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവ അനുഗ്രഹം ഉണ്ടാകും. പെട്ടകം വരുന്നിടത്ത് അനുഗ്രഹം ഉണ്ടായി. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു സംശയമില്ല. ഈ വചനങ്ങളാൽ നാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.